പുതിയൊരു ടോപ്പിക്കിലേക്ക് നീങ്ങുകയാണ്. ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം നമുക്ക് ആവശ്യമായി വരുന്ന ചില വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, സെക്കൻഡ് ഇയറിൽ ലാബിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കെമിക്കൽസ് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പൊ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വസ്തുക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള വസ്തു ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വസ്തുക്കളുടെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ അതൊക്കെ ആവശ്യമാണ്. ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള ആക്സിഡന്റുകൾ, ഹസാർഡുകൾ തടയാനായിട്ട് കെമിക്കലുകളെ കുറിച്ചുള്ള ഈ അറിവ് നമ്മളെ സഹായിക്കും. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ബയോകെമിസ്ട്രി അതുപോലെ ക്ലിനിക്കൽ പത്തോളജി ആ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കെമിക്കലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ കെമിക്കലുകൾ ചിലവയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് അങ്ങേയറ്റം ഹാനികരമായ ചില വസ്തുക്കൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ടാകാം. അപ്പൊ ആ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായൊരു നോളജ്, അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപകടം വരാതെയും മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് അവ കൈകാര്യം ചെയ്യാൻ പറ്റും. അവയെ സംബന്ധിക്കുന്ന വളരെ സുപ്രധാനമായ എങ്കിലും അത്രമാത്രം സങ്കീർണമല്ലാത്ത വിവരങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. Proper handling and storage of chemicals are very important to prevent chemical hazards. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ അശ്രദ്ധമായോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ നമ്മളുടെ കൈകാര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും സ്ഥാപനത്തിനും നാശം വരുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. അവയെ തടയാൻ വേണ്ടിയിട്ട് കെമിക്കൽസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കൈകാര്യം ചെയ്യലും അതിന്റെ സ്റ്റോറേജും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വ്യത്യസ്ത രീതിയിലുള്ള കെമിക്കൽസ് ആണ് നമ്മൾ ലാബിൽ ഉപയോഗിക്കുക. നിങ്ങളിപ്പോ കഴിഞ്ഞ വർഷമൊക്കെ ഉപയോഗിച്ച EDTA നമ്മൾ ഉപയോഗിച്ചൊരു കെമിക്കലാണ്. അതുപോലെ സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, ആന്റികോഗുലൻസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കെമിക്കൽസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രീം കെയർ ആവശ്യമില്ലായിരുന്നു. കാരണം അതത്ര ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ അല്ല. ഹാംഫുൾ ആയിട്ടുള്ളത് മാത്രമേ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടൂ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കാരണം ഏത് കെമിക്കലും നമ്മൾ വളരെ കൃത്യമായിട്ടും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം വേസ്റ്റേജ് ഓഫ് കെമിക്കൽ, പല കെമിക്കൽസും വളരെ കോസ്റ്റ്ലി ആണ്. അതിന്റെ വേസ്റ്റേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് അപകടകരമായ പ്രവണതകൾ ഉണ്ടാകാതെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കെമിക്കൽസിനെ എങ്ങനെ സ്റ്റോർ ചെയ്യണം, അതിന് എങ്ങനെ കൈകാര്യം ചെയ്യണം. അതിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ട അറിവ് എന്ന് പറയുന്നത് ആ കെമിക്കൽസിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കലുകളെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നുമല്ല. എങ്കിലും ഒരു ലബോറട്ടറിയിൽ നമുക്ക് അതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് കെമിക്കലുകളെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എങ്കിലും എന്താണ് ഓരോ ഗ്രൂപ്പിലും പെട്ട കെമിക്കൽസ് എന്നും അതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുക. ഈ ഉദാഹരണങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമുള്ള ഒരു സംഗതിയാണ്. ആക്ച്വൽ നമ്മുടെ ലബോറട്ടറി പ്രാക്ടീസിൽ ഉദാഹരണങ്ങൾ ഒന്നോ രണ്ടോ പഠിച്ചാൽ പോരാ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ കെമിക്കൽസിന്റെയും നേച്ചർ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ ഉദാഹരണം മാത്രം പഠിച്ചു വെച്ച് ലാബിലേക്ക് ചെല്ലുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള കെമിക്കൽസ് വരുമ്പോഴത്തേക്കും നമുക്ക് സംശയമാണ്, ഇത് ഹാംഫുൾ ആണോ, ഹാംലെസ് ആണോ, ഇതിനെങ്ങനെ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമഗ്രമായിട്ട് വളരെ ഡെപ്തിൽ പോകേണ്ട ഒന്നാണ്. എങ്കിലും നമ്മുടെ പരിമിതികൾ, സമയപരിമിതിയും നമ്മളുടെ നേരിട്ടുള്ള ക്ലാസ്സുകളുടെ അപര്യാപ്തതയും കൊണ്ട് ചില ഉദാഹരണങ്ങൾ കൂടി മാത്രം നമുക്ക് കടന്നു പോകാം. ഇപ്പൊ ടൈപ്സ് ഓഫ് കെമിക്കൽസില് ഒന്നാമത്തത് ഫ്ലേമബിൾ കെമിക്കൽസ് ആണ്. പേരുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ തീ പിടിക്കുന്ന കെമിക്കൽസ്. തീ പിടിക്കുന്ന കെമിക്കൽസിന്റെ പേര് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും.
ആൽക്കഹോൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ആൽക്കഹോളുകളിൽ തന്നെ ഈഥൈൽ ആൽക്കഹോളും അതുപോലെ മീഥൈൽ ആൽക്കഹോളും ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, പെട്ടെന്ന് തീ പിടിക്കുന്നവയാണ്. മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അസറ്റോൺ, ഈഥർ, സൈലിൻ, അതുപോലെ ക്ലോറോഫോം, അങ്ങനെയുള്ള പെട്ടെന്ന് തീ പിടിക്കുന്ന ധാരാളം കെമിക്കലുകളുണ്ട്. അവയെ നമ്മൾ ഫ്ലേമബിൾ കെമിക്കൽസ് എന്നാണ് പറയുക. അപ്പൊ എന്താണ് ഫ്ലേമബിൾ കെമിക്കൽസ് എന്നും അതിന്റെ ചില ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് കൊറോസീവ് കെമിക്കൽസ് ആണ്. കൊറോസീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നില് അതല്ലെങ്കിൽ അത് വീഴുന്ന സർഫസിൽ തുളച്ചു കയറുന്ന രീതിയിൽ ഉള്ള കെമിക്കൽസിനെയാണ് നമ്മൾ കൊറോസീവ് കെമിക്കൽസ് എന്ന് പറയുക. ഇപ്പൊ നമുക്കറിയാം, കയ്യിൽ വീണ് കഴിഞ്ഞാൽ തുളച്ചു കയറി പൊള്ളലുണ്ടാക്കുന്ന രീതിയിലുള്ള പല വസ്തുക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പക്ഷേ നമ്മളുടെയൊക്കെ ഓർമ്മയിൽ വരുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. സൾഫ്യൂറിക് ആസിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ അത് ഒരു വുഡൻ ടേബിളിൽ വീണ് കഴിഞ്ഞാൽ ആ ടേബിളിൽ അത് ഒരു കുഴി പോലുള്ള ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കും, അതിന് കൊറോഡ് ചെയ്യും. ഗ്ലാസ് ആണ് സാധാരണ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. കാരണം മറ്റ് പല മെറ്റൽസ് ആയിട്ടാണെങ്കിലും അതൊക്കെ റിയാക്ട് ചെയ്യുന്നത് കൂടാതെ അത് കൊറോസീവ് നേച്ചർ അത് പ്രകടിപ്പിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കെമിക്കൽസിന് നമ്മൾ കൊറോസീവ് കെമിക്കൽസ്, ഉദാഹരണം സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ആൽക്കലീസ്, അതുപോലെ ഫിനോൾ പോലുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ കൊറോസീവ് കെമിക്കൽസിന്റെ ഗ്രൂപ്പിലാണ് പെടുത്തുക. ഇപ്പൊ സ്ട്രോങ് ആസിഡ്സിൽ നമുക്ക് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ആ സ്ട്രോങ് ആസിഡിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡിനെ നല്ല രീതിയിൽ കൊറോഡ് ചെയ്യുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി കൊറോസീവ് കെമിക്കൽസ്, അതിൽ സ്ട്രോങ് ആസിഡ്സും ആൽക്കലീസും. ഇപ്പൊ നമുക്ക് അറിയാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഹൈലി കൊറോസീവ് ആണ്. സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഓൾസോ ഹൈലി കൊറോസീവ്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് കെമിക്കൽസ് ആണ്. ഓക്സിഡൈസിങ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഒക്കെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഓക്സിഡൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കെമിക്കൽസിനാണ് നമ്മൾ ഓക്സിഡൈസിങ് റിയേജന്റുകൾ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് കെമിക്കൽസ് എന്ന് വിളിക്കുക. ഉദാഹരണം ക്രോമിക് ആസിഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇതും സർഫസിലും അതുപോലെ സ്കിന്നിലും ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ഈ ഓക്സിഡൈസിങ് കെമിക്കൽസിന് സാധിക്കാറുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഓക്സിഡൈസിങ് കെമിക്കൽസ്. നാലാമത്തത് എക്സ്പ്ലോസീവ് കെമിക്കൽസ്. ആ വേർഡിൽ നിന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ സൈൻസ് ആൻഡ് സിമ്പിൾസ് പഠിച്ചപ്പോൾ എക്സ്പ്ലോസീവിന്റെ ആ സൈനും ആ സിമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം. എക്സ്പ്ലോസീവ് വാക്കിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാം. പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എക്സ്പ്ലോസീവ് കെമിക്കൽസ് എന്ന് പറയുക. ഇപ്പൊ ലാബിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കെമിക്കൽസ് ഒന്നും എക്സ്പ്ലോസീവ്സ് അല്ല. പിന്നെ ആദ്യം പറഞ്ഞ ഫ്ലേമബിൾ കെമിക്കൽസ് ഉണ്ട്. ആ ഫ്ലേമബിൾ കെമിക്കൽസ് ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം, ആൽക്കഹോള് അല്ലെങ്കിൽ ഈതർ തീ പിടിച്ചാൽ പൊട്ടിത്തെറിക്കും. അപ്പൊ അത് എക്സ്പ്ലോസീവ് അല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ക്ലാസിഫിക്കേഷൻ ഒരു റിജിഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ല, ഇത് ഫ്ലെക്സിബിൾ ആണ്. ഒരു കെമിക്കൽ തന്നെ ഒന്നിലധികം കാറ്റഗറിയിൽ പെടാം. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനെ ആ ഒരു സെൻസിൽ ഉൾക്കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിക്കുന്ന കെമിക്കലിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് പിക്രിക് ആസിഡ് ആണ്. പിക്രിക് ആസിഡ് അതിനെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് പിക്രിക് ആസിഡ്. ഇനി അഞ്ചാമത്തെ കാറ്റഗറിയിലുള്ളത് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ആണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വികിരണങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുള്ളത്. നമുക്കറിയാം, റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കോറൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. റേഡിയോ ആക്ടിവിറ്റിയിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയ ആളാണ് മാഡം ക്യൂറി ആൻഡ് പിയർ ക്യൂറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നോബൽ പ്രൈസ് ലഭിച്ച മാഡം ക്യൂറി, അത് പിയർ ക്യൂറി. റേഡിയം എന്ന് പറയുന്ന ആ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട് കണ്ടുപിടിച്ചത് മാഡം ക്യൂറിയാണ്. ഈ റേഡിയോ ആക്ടിവിറ്റിക്ക് ഒരുപാട് നല്ല വശങ്ങളും അതുപോലെ തന്നെ അതിന്റെ ദോഷവശങ്ങളും നമുക്കറിയാം. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ന്യൂക്ലിയർ ബോംബുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതേ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, നമ്മുടെ റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന് പറയുന്ന ആ ടെക്നിക്സ് ഒക്കെ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ റേഡിയോളജിക്കൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അയഡിൻ 125, അയഡിൻ 131,
അതുപോലെ റേഡിയം, തോറിയം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കളാണ്. ഇത്തരം കെമിക്കൽസ്, തീർച്ചയായിട്ടും ഇത്തരം കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ കെമിക്കൽസിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആവശ്യമാണ്. ആറാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത് കാർസിനോജനിക് കെമിക്കൽസ്. കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്, മലിഗ്രന്റ് കണ്ടീഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കൽസിനെയാണ് നമ്മൾ കാർസിനോജനിക് കെമിക്കൽസ് എന്ന് പറയുക. ഇപ്പൊ ലാബില് അങ്ങനെയുള്ള കെമിക്കൽസിന്റെ ഉപയോഗം പരമാവധി നമ്മൾ ലിമിറ്റ് ചെയ്യുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറെ കൂടി ഹയർ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും, റിസർച്ച് പർപ്പസിലും ഒക്കെ പോകുമ്പോഴത്തേക്കും, റെഫറൻസ് ലബോറട്ടറി ആ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കെമിക്കൽസ് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ബെൻസിഡിൻ, അതുപോലെ ഓർത്തോറ്റോളിഡിൻ എന്നുള്ളവയാണ്. ഈ ബെൻസിഡിനും ഓർത്തോറ്റോളിഡിനും പ്രൊലോങ് ചെയ്ത് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ആ വസ്തുക്കൾ, ആ കെമിക്കൽസ് നമുക്ക് ക്യാൻസറിന് കാരണമാകാം. ഇനി ഏഴാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത് ടോക്സിക് കെമിക്കൽസ് ആണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിസണസ് ആയിട്ടുള്ള വിഷവസ്തുക്കൾ, ടോക്സിക് കെമിക്കൽസ്. ഇപ്പൊ ടോക്സിക് കെമിക്കൽസിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വരുന്നത് പൊട്ടാസ്യം സയനൈഡ് ആണ്. കാരണം നമ്മളിത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പൊട്ടാസ്യം സയനൈഡ്, പൊട്ടാസ്യം ഫെറീസ് സയനൈഡ് നമ്മൾ ഏത് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിച്ചതെന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുക. ട്രാപ്കിൻസ് റിയേജന്റ് അല്ലെ? ട്രാപ്കിൻസ് റിയേജന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം സയനൈഡും പൊട്ടാസ്യം ഫെറീസ് സയനൈഡും രണ്ടും വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടോക്സിക് കെമിക്കൽസ് ആണ്. ഇപ്പൊ ട്രാപ്കിൻസ് റിയേജന്റ് എന്തിനാ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ടൈപ്സ് ഓഫ് കെമിക്കൽസിൽ പറയുന്നത്. ഇപ്പൊ ടൈപ്പ് ഓഫ് കെമിക്കൽസും ഓരോന്നിനും ഒരു 2-3 ഉദാഹരണങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ കെമിക്കൽസിനെ കുറിച്ച് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ കാറ്റഗറിയൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന കെമിക്കൽസ് ആണെങ്കിൽ അതിന്റെ പുറത്ത് ചില സിംബൽസ് കാണാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുപോലുള്ള സിംബലുകൾ കാണും. ആ സിംബലുകൾ ഹസാഡ്രസ് ആയിട്ടുള്ള വസ്തുക്കളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകാം. ഓരോ കെമിക്കൽസ് വാങ്ങുമ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പിന്നീട് ഉണ്ടാക്കുന്ന റിയേജന്റുകൾ, ലാബിൽ നമ്മൾ റിയേജന്റ്സ് നമ്മൾ നിർമ്മിക്കും. പ്രത്യേകിച്ച് ഞാൻ ഉദാഹരണം പറയാം, ട്രാപ്കിൻസ് റിയേജന്റ് നമ്മൾ നിർമ്മിക്കുന്നു. അപ്പോൾ ട്രാപ്കിൻസ് റിയേജന്റ് നമ്മൾ നിർമ്മിച്ചു കഴിയുമ്പോൾ ഒരു ബോട്ടിലിൽ ഒരു റിയേജന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ലേബൽ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹസാർഡ് സിംബൽസ് വേണം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ ലൈനിൽ അല്ലെങ്കിൽ 1-2 വാക്കുകളിലുള്ള അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോർ യൂസ് ഉണ്ടാകണം. പിന്നെ അതിന്റെ കോൺസെൻട്രേഷൻ, ഇപ്പൊ ഒരു ഉദാഹരണം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഏത് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ആണ് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് അത് എഴുതി വെക്കുക. അതുണ്ടാക്കിയ ഡേറ്റ്, അതുപോലെ അതിന്റെ എക്സ്പയറി ഡേറ്റ്. അപ്പൊ എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഫുഡ് ഐറ്റം വാങ്ങിയാലും ഒരു സോപ്പ് വാങ്ങിയാലും അതിനൊക്കെ ഒരു എക്സ്പയറി ഉണ്ട്. കാരണം ആ ഡേറ്റ് വരെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ലാബിൽ ഉണ്ടാക്കുന്ന കെമിക്കൽസിനും വ്യക്തമായിട്ടും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റ് നമ്മൾ ആ ലേബലിൽ രേഖപ്പെടുത്തി വെക്കുക. ഇനി ഓരോ കെമിക്കൽസ് നമ്മൾ പ്രത്യേകിച്ച് ഓരോ കാറ്റഗറിയിൽ പെട്ടത് അതിനെ സ്റ്റോർ ചെയ്യുമ്പോഴും അതുപോലെ കൈകാര്യം ചെയ്യുമ്പോഴും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ. ഫ്ലേമബിൾ കെമിക്കൽസ്. ഇപ്പൊ ഫ്ലേമബിൾ കെമിക്കൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതിന് ഉദാഹരണങ്ങളും പറഞ്ഞു. ഇപ്പൊ ആൽക്കഹോളും ഈതറും ക്ലോറോഫോമും ഒക്കെ ആ ഗ്രൂപ്പിൽ പെടുന്നവയാണെന്ന് നമുക്കറിയാം. ഈ ഫ്ലേമബിൾ കെമിക്കൽസ് നമ്മൾ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അത് തീ പിടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. തീ പിടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫ്ലെയിമിൽ നിന്നും അതുപോലെ ചൂട് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, കൂടുതലായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിൽ നിന്നും ഇതിനെ ദൂരെ മാറ്റിവെക്കുക. ഇപ്പൊ ഇത് സൂക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ട് മെറ്റാലിക് കണ്ടെയ്നേഴ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കാം. മെറ്റാലിക് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ
ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തീപിടുത്തം ഉണ്ടായാൽ തന്നെയും അത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റാലിക് കണ്ടെയ്നേഴ്സ് അതിനെ സഹായിക്കും. ഇപ്പൊ മിക്ക കെമിക്കൽസിനെ പുറത്ത് കാണാം കീപ്പ് ഇൻ കൂൾ ഡ്രൈ പ്ലേസ് എന്ന് കാണാം. കൂൾ എന്ന് കണ്ടാൽ ഉടനെ തന്നെ അത് റെഫ്രിജറേറ്റ് ചെയ്യണം എന്നല്ല, ഡയറക്റ്റ് സൺലൈറ്റും അതുപോലെ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റിന്റെ സാമീപ്യവും ഓപ്പൺ ഫ്ലെയിമും ഒഴിവാക്കുകയാണ് ഇത്തരം കെമിക്കൽസ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽസ് നമ്മുടെ ഷെൽഫിന്റെ ഒക്കെ ഏറ്റവും താഴത്തെ തട്ടിൽ തന്നെ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം മുകൾ തട്ടിൽ നിന്ന് അത് താഴെ വീണ് സ്പില്ല് ചെയ്യാനും തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നതുകൊണ്ട്. ഓക്കെ, രണ്ടാമത് കൊറോസീവ് കെമിക്കൽസ് ആണ്. ഈ കൊറോസീവ് കെമിക്കൽസ്, ഈ കെമിക്കലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഈ കെമിക്കൽസും ഷെൽഫിന്റെ താഴെയുള്ള തട്ടുകളിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് സ്റ്റോർ ചെയ്യുന്ന ബോട്ടിൽസ് എപ്പോഴും ആംബർ കളേർഡ്, ആംബർ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിന് സമാനമായിട്ടുള്ള കളറിനാണ് നമ്മൾ ആംബർ കളർ എന്ന് പറയുക. പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആംബർ കളറിൽ ഉള്ള ബോട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എക്സ്പ്ലോസീവ് കെമിക്കൽസ് ആണ്. എക്സ്പ്ലോസീവ് കെമിക്കൽസ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള കെമിക്കൽസ്. എക്സ്പ്ലോസീവ് നമ്മൾ പറഞ്ഞു, പിക്രിക് ആസിഡ് പോലുള്ള എക്സ്പ്ലോസീവ് കെമിക്കൽസ്. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽസ് പലപ്പോഴും, ഉദാഹരണം മാത്രമായിട്ട് പറയുകയാണ്, അത് ഡ്രൈ സ്റ്റേറ്റിലാണ് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് അതിനെ എപ്പോഴും വെറ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയുള്ളത് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ആണ്. റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് അത് സാധാരണ നമ്മുടെ റുട്ടീൻ ലബോറട്ടറികളിലൊന്നും അങ്ങനെയുള്ള കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കാറില്ല. ന്യൂക്ലിയർ മെഡിസിൻ, അതുപോലെ റേഡിയോ ഇമ്മ്യൂണോ അസേ തുടങ്ങിയ ആ രീതിയിലുള്ള ലബോറട്ടറി, ആ ലെവലിലുള്ള ലബോറട്ടറികളിൽ മാത്രമാണ് സാധാരണ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പൊ അതിന് പ്രത്യേക ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഒരു ഏപ്രൺ ഉണ്ട്, റേഡിയോ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഏപ്രൺ ഒക്കെ ഉപയോഗിച്ചിട്ട്, ലെഡ് കൊണ്ട് പ്രധാനമായിട്ട് ഒരു കോട്ടിംഗ് ഉള്ള ഏപ്രൺ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതായത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. അതുകൂടാതെ നമുക്കറിയാം, ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അവർക്ക് എവറി 6 months നമ്മൾ അവരുടെ റേഡിയോ കൗണ്ട്സ് നടത്തും. അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ റേഡിയേഷൻ കൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത്, ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് മാത്രം റൺ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ റേഡിയോ ആക്റ്റീവ് ലബോറട്ടറികൾ. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽസ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം, അതിന് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കിട്ടിയ ആളുകൾ മാത്രം അത് കൈകാര്യം ചെയ്യുക. അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമേ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. കാഴ്സനോജനിക് കെമിക്കൽസ് മുമ്പ് സൂചിപ്പിച്ച പോലെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കൽസ് ആണ്. അത് നമുക്ക് ഡയറക്റ്റ് ബോഡി കോണ്ടാക്ട് വരുമ്പോഴാണ് പലപ്പോഴും ക്യാൻസർ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ കെമിക്കൽസ് ഒരിക്കലും സ്പില്ല് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബെഞ്ചിലോ എവിടെയെങ്കിലും തൂകി വീഴാനുള്ള സാധ്യതകളൊക്കെ പരമാവധി ഒഴിവാക്കണം. അത് നമ്മൾ കണ്ടെയ്നേഴ്സ് വളരെ ടൈറ്റ് ആയിട്ട് ക്ലോസ് അടയ്ക്കാൻ പറ്റിയ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുക. കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് തുടങ്ങി നമ്മുടെ ശരീരത്തിൽ നേരിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം. ഒരിക്കലും അത് സ്പില്ല് ചെയ്തിട്ട് നമ്മുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബെഞ്ചിൽ ഒന്നും വീഴാൻ ഇടയാക്കരുത്. ടോക്സിക് കെമിക്കൽസ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സയനൈഡ് പോലുള്ള കെമിക്കൽസ്, അത് പ്രോപ്പർ ആയിട്ട്, അത് ലാബിന്റെ ചാർജ് ഉള്ള ആളാരാണോ അല്ലെങ്കിൽ ആ ലാബ് ഉത്തരവാദിത്തപ്പെട്ട ഒരാള് മാത്രം കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. കീപ് അണ്ടർ ലോക്ക് ആൻഡ് കീ, അതായത് അത് കബേർഡിൽ വെച്ച് പൂട്ടി ഉപയോഗിക്കുക. ആവശ്യമുള്ള എമൗണ്ട് മാത്രം ഡിസ്പെൻസ് ചെയ്യുക. അപ്പൊ അത് 50 മില്ലിഗ്രാം അല്ലെങ്കിൽ 100 മില്ലിഗ്രാം ആവശ്യമുണ്ടെങ്കിൽ ആ 100 മില്ലിഗ്രാം മാത്രമേ കൊടുക്കാവൂ. അത് പ്രോപ്പറായിട്ട് അത് അതിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. കാരണം പലപ്പോഴും നമ്മൾ ഈയിടെ കേട്ടതാണല്ലേ, ഒരു കൂടത്തായി കൊലക്കേസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. അവിടെ സയനൈഡ് ഉപയോഗിച്ചത്. ഈ സയനൈഡ് ലാബിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സ്വർണ്ണപ്പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ആ സ്വർണം
പൂശിയാനും അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ നമ്മുടെ ലാബില് ഈ പൊട്ടാസ്യം സയനൈഡ്, പൊട്ടാസ്യം ഫെറിക് സയനൈഡ് ഒക്കെ ആരെങ്കിലും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ ലാബിന് ചാർജുള്ള ആള്, ഉത്തരവാദിത്തപ്പെട്ട ആള് അതിന് ലോക്ക് ആൻഡ് കീയില് വളരെ കൃത്യമായ ഇൻവെന്ററിയൊക്കെ വെച്ച് അത് സൂക്ഷിക്കുക. ഇനി ജനറലി കുറെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ പറയുന്നത് സ്റ്റോർ കെമിക്കൽസ് ഇൻ കബേർഡ് ഓർ ഷെൽസ് അറ്റ് ഐ ലെവൽ. ഐ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ലെവലിൽ സൂക്ഷിക്കുക. ഈ കണ്ണിന്റെ ലെവലിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് അധികം ഹാംഫുൾ അല്ലാത്ത കെമിക്കൽസ് മാത്രമേ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റൂ. അപ്പൊ ആദ്യം കൊറസീവ്, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ്, ഫ്ലേമബിൾ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഷെൽഫിന്റെ ഏറ്റവും താഴെ പ്ലേസ് കീപ്പ് ചെയ്യുക. ഈ കാറ്റഗറിയിൽ നിന്ന് പെടാത്ത ഒരു ഹാംലെസ് ആയിട്ടുള്ള കെമിക്കൽസ് ആണെങ്കിൽ ഐ ലെവലിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഒരു പ്രിക്കോഷൻ നമുക്ക് എടുക്കേണ്ടത് ഓൾവേസ് ആഡ് ആസിഡ് ടു വാട്ടർ. ആസിഡുകൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം. സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂഷന് പ്രധാന ആവശ്യം നമുക്ക് വരുന്നത് നമ്മൾ ആസിഡ് ഫാസ്റ്റ് സീൽ നീൽസൺ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പൊ സൾഫ്യൂരിക് ആസിഡിനെ പോലുള്ള ആസിഡുകൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ലാർജ് എമൗണ്ടിൽ ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പൊ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വല്ലാത്ത രീതിയിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സ്പില്ല് ചെയ്യാനും പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ആസിഡ് വെള്ളത്തിലേക്ക് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുക. അതല്ലാതെ വെള്ളം ആസിഡിലേക്ക് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ തിരിച്ച് സംഭവിച്ചാല് ആസിഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു എക്സോതെർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ലാർജ് എമൗണ്ട് ഹീറ്റ് എനർജി അത് പുറത്തേക്ക് വിടുകയും അത് സ്പില്ല് ചെയ്യാനും ശരീരത്തിലേക്ക് തെറിക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അവോയ്ഡ് മൗത്ത് പിപ്പറ്റിംഗ്. നമ്മൾ ഫസ്റ്റ് ഇയർ മുതലേ നമ്മൾ എപ്പോഴും പറയാറുള്ള സംഗതിയാണ് മൗത്ത് പിപ്പറ്റിംഗ്. ലാബിൽ ഉപയോഗിക്കുന്ന സംഗതികൾ, കെമിക്കൽസ് ഒന്നും തന്നെ മൗത്ത് പിപ്പറ്റ് ചെയ്യാതിരിക്കുക. നമുക്കിപ്പോൾ ഡിസ്പെൻസേഴ്സ്, ഓട്ടോമാറ്റഡ് പിപ്പറ്റുകളും അതുപോലെ ഡിസ്പെൻസേഴ്സും ഉണ്ട്. അതില്ലെങ്കിൽ തന്നെ നമുക്ക് പിപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിപ്പറ്റിൽ നമ്മൾ റബ്ബർ ടീറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സിറിഞ്ച്, റബ്ബർ ട്യൂബ് ഉപയോഗിച്ചിട്ട് റിയേജൻസ് പിപ്പറ്റിലേക്ക് എടുക്കുക. മൗത്ത് പിപ്പറ്റിംഗ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് സ്ട്രോങ് ആസിഡ്സും ആൽക്കലീസും അതുപോലെ ഡ്രാക്കിൻസ് റിയേജന്റ് പോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ നമ്മൾ മൗത്ത് പിപ്പറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ മിസ്റ്റേക്ക്, ബൈ ചാൻസ് അത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് മൗത്ത് പിപ്പറ്റിംഗ് എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി